തേങ്ങ നീ മര്യാദയ്ക്ക് പറഞ്ഞു മതി. ഒഴിഞ്ഞു കൂടി. പിന്നെ ലവ് മാരേജ് ആണെങ്കിൽ ലവ് സ്റ്റോറി പറയണേ. അതാണ് ഞാൻ സമ്മതിച്ചു, അല്ല ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള Q&A സെക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. Q&A സെഷൻ. ഇന്നലെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിനുള്ള ഉത്തരങ്ങളാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലേ? കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ആയിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾ തരുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞങ്ങളുടെ പേര്. എന്റെ പേര് സാം. എന്റെ പേര് സാം പോൾ ബേസിൽ. നല്ല പേരല്ലേ? നല്ല പേര്. എന്റെ പേര് ആദിത്യ രാജ് എന്നാണ്. പൊന്നുവിനെ വീട്ടിൽ വിളിക്കുന്ന പൊന്നു. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരൊന്നുമില്ല. കുഞ്ഞാവേന്നാണ് പണ്ട് വിളിച്ചോണ്ടിരുന്നത്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ഏജ് എനിക്ക് 24, പൊന്നുവിന് 22. കുഞ്ഞാ? അയ്യോ നീ വലുതാ. ഞാനും കുഞ്ഞാ, രണ്ടുപേരും കുഞ്ഞുങ്ങളാട്ടോ. കുഞ്ഞു മക്കൾക്ക് കുഞ്ഞേരി. അപ്പൊ ഏജ്, പിന്നെ ജോബ് എന്താന്നുള്ളത്. ജോബ് എന്റെ ജോബ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് UK വരുന്നതിന് മുന്നേ ഞാൻ നാട്ടിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഫ്രീലാൻസറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു ഗ്രാഫിക് ഡിസൈൻ വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ MBA പഠിക്കാൻ വേണ്ടി വന്നു. MBA പഠിക്കുന്ന സമയത്ത് കുറച്ച് പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്തു, സപ്പോർട്ട് വർക്കറായിട്ട്. പിന്നെ പൊന്നു നാട്ടില് എന്തായിരുന്നു? ഞാന് നാട്ടില് PSC പഠിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റീരിയർ ഡിസൈനറായിട്ട് ഇച്ചന്റെ കൂടെ ഇന്റീരിയർ ഡിസൈനിങ് പഠിപ്പിച്ചെന്നു. എന്നിട്ട് ഇച്ചന്റെ കൂടെ അവിടെ വർക്ക് ചെയ്തു അല്ലേ? കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു, UK വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് ഞാൻ കെയർ ഹോമില് കെയറായിട്ട് വർക്ക് ചെയ്തു. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തു. ഗുഡ് കെയറർ ആയിരുന്നു കേട്ടോ ഞാൻ. അതെ, നല്ലൊരു കെയറായിരുന്നു. ഏകദേശം ഒരു 5-6 മാസം കെയർ പണി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നല്ല കെയറിംഗ് വർക്ക് എനിക്ക് കിട്ടിയത്. നല്ല കെയറിംഗ് വർക്ക് വെച്ചു കൊടുത്തത്. പിന്നെ എഡ്യൂക്കേഷൻ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. ജയശ്രീ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഞങ്ങൾ രണ്ടും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ പഠിക്കുമ്പോഴല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. പഠിക്കുമ്പോഴല്ല ഇഷ്ടപ്പെട്ടെ. സർപ്രൈസ്. അപ്പൊ ഞാൻ +2 കഴിഞ്ഞിട്ട് TTCക്കാണ് പോയത്, കമ്പ്യൂട്ടർ TTC. നീ എന്താ പഠിച്ചെന്ന്? ഞാൻ പഠിച്ച കോഴ്സ്, ഞാൻ +2 കഴിഞ്ഞിട്ട് പുൽപ്പള്ളി, വയനാട് പുൽപ്പള്ളിയിലായിരുന്നു. അവിടെ കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഞാൻ BMMC എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തു. മൾട്ടിമീഡിയൻ്റെ ഒരു കോഴ്സ് ചെയ്തു. ഡിഗ്രി അതായിരുന്നു. ഡിഗ്രി മൾട്ടിമീഡിയ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു കോഴ്സിന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇപ്പം MBA കഴിയാനായി ഏകദേശം. അതാണ് ഏറ്റവും വലിയ കില്ലാടി. പുൽപ്പള്ളിയിലെ ഏറ്റവും വലിയ കില്ലാടിയാ, പ്രൊഫഷണൽ കില്ലാടി. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പുന്ന ഒരാളാണ്. എല്ലാവരും ഉഴപ്പും, ഞാനും ഉഴപ്പും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട് എവിടെയാന്നുള്ളത്. ഒന്നുകൂടെ പറ. നിനക്കെന്താ പറഞ്ഞൂടെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട് എവിടെയാന്നുള്ളതാണ്. എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻട്രോയിൽ തന്നെ പറയട്ടെ, ഹലോ കൂട്ടുകാരെ, ഞാനൊരു വയനാട്ടുകാരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടില് പുൽപ്പള്ളിയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏരിയ പള്ളിക്കാരാണ്. ഒരേ സ്ഥലമാണ്, നെയ്ബേഴ്സ് ആയിരുന്നു ആദ്യം. പിന്നെ അടുത്ത ചോദ്യം എന്താ? UK എന്താ ജോബ് ചെയ്യുന്നത് പറഞ്ഞു, ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളത്? ലവ് മാരേജ് ആണ്. കണ്ടോ തന്നെ അറിയാലോ. ലവ്വാ, ഇവക്ക് ഭയങ്കര ലവ്വാ. നീ ഇഷ്ടപ്പെട്ട ശേഷം 1 വർഷം കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ 2017 പറയുന്നത്. 2016 ഡിസംബറിൽ പറഞ്ഞ 2017 ജനുവരി ആക്കുന്ന ആളാ. അതങ്ങനെയാടാ. അപ്പൊ ലവ് മാരേജ് ആണ്. തേങ്ങ നീ മര്യാദയ്ക്ക് പറഞ്ഞു മതി. ഒഴിഞ്ഞു കൂടി ആദ്യം പ്രിപ്പയർ ആവ്, എന്നിട്ട് പറ. നിനക്ക് പറഞ്ഞെന്താ? വേദിപ്പിക്കലെന്നെ. നീ ഒന്നും മിണ്ടായിരുന്നേ.
ചോദിക്കും ഈ ഉത്തരം പറയണം. പേം പറ, വേഗം ചോദിക്കും. ലവ് മാരേജ് ആണോ? അറേഞ്ച് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. അറേഞ്ച് മാരേജ്. ലവ് മാരേജ് ആയിരുന്നു, എന്നിട്ട് അറേഞ്ച്ഡ് ആയിട്ട് നടത്തി. പക്ഷെ എന്റെ വീട്ടുകാരുണ്ടായിരുന്നില്ല. അതായിരുന്നു ആ പണ്ടുണ്ടായിരുന്ന കുറവ്. ട്വിസ്റ്റ്, കഥയിലെ ട്വിസ്റ്റ്. പിന്നെ കാസ്റ്റ് ഏതാന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാസ്റ്റ് ഇന്റർകാസ്റ്റ് ആണ്. ഞാൻ ഹിന്ദുവാണ്. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യൻ. പക്ഷെ ഞാന് മാമോദീസ് മുങ്ങി, പെണ്ണിനെ പിടിച്ച് മാമോദീസ മുക്കി. അത് മുക്കിയതല്ല കേട്ടോ. നീ എന്താ ഉള്ളതെന്ന് വെച്ചാ പറ. ഞാൻ പറഞ്ഞിട്ടാ ഇവൻ എന്നെ പിടിച്ച് മാമോദീസ മുക്കി കേട്ടോ. ഞാൻ നോക്കി നിന്നെ കെട്ടണമെങ്കിൽ മാമോദീസ മുങ്ങണെന്ന് പറഞ്ഞില്ല. ഇവിടെ ചുമ്മാ പറയുന്ന കേട്ടോ. ഇല്ല കേട്ടോ. അപ്പൊ കല്യാണം കഴിക്കാന് പള്ളിയിൽ നിന്ന് കല്യാണം കഴിക്കാനായിരുന്നു നമ്മൾ നിന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാമോദീസ മുങ്ങി. പള്ളിയിലെ പേര് അന്ന. പള്ളിയിലെ പേര് അന്ന എന്നിട്ടു. അതാണ് കുഞ്ഞിന്റെ പേരില് സ്കൈ അന്ന സാം അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കാസ്റ്റിലൊന്നും അങ്ങനെ ഇത് ഇല്ല. ഞങ്ങൾ അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും, പെരുന്നാൾ ആഘോഷിക്കും, എല്ലാത്തിനും പോകും നമ്മള്. അങ്ങനെ പ്രത്യേകിച്ചൊരു കാസ്റ്റ്, അങ്ങനെ പ്രത്യേകിച്ചൊരു ദൈവം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇത് വായിക്കും. രണ്ടുപേരുടെയും വീട്ടിൽ ആരൊക്കെയുണ്ട്? രണ്ടുപേരുടെയും വീട്ടില് എല്ലാവരും അനാഥരായിട്ട് നിൽക്കുന്നതല്ല കേട്ടോ. നമുക്ക് ഇവിടെ ആരും ഇല്ലാന്നുള്ളൂ, നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കസിൻസും ഉണ്ട്, പക്ഷെ വേറെ സ്ഥലത്താണ്, വേറെ സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് മീൻസ് ഇപ്പോൾ വയനാട്, കോഴിക്കോട് അങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഒരു ഡിസ്റ്റൻസിലൊക്കെ ആയിട്ട് ആൾക്കാരുള്ളൂ. കസിൻസ് കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആരുമില്ല. നമ്മുടെ അടുത്ത് തന്നെയാണുള്ളത്. പിന്നെ വീട്ടിലാരൊക്കെയുള്ളതെന്നുള്ള ക്വസ്റ്റ്യൻ. വീട്ടിലാരൊക്കെയുള്ളതെന്ന് വെച്ചാല് എന്റെ വീട്ടില് പപ്പ, മമ്മി. എന്റെ വീട്ടിലല്ല, എനിക്ക് അങ്ങനെ പറയുമ്പോ ഇത്തിരി കുശുമ്പുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. ഞങ്ങളുടെ വീട്ടില് പപ്പ, മമ്മി, കുഞ്ഞച്ചി, ഡൂഡു, അളിയൻ, ഞാന്, പൊന്നു, കുഞ്ഞുവാവ, ഇത്ര ആൾക്കാരാട്ടോ. അപ്പൊ കുഞ്ഞേച്ചി എന്ന് പറയുന്നത് എന്റെ ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുഞ്ഞച്ചി തന്നെ വിളിച്ചാലാണ്, ചേച്ചി ഞാൻ വിളിച്ചു തന്നെ വിളിച്ചിട്ട്. കുഞ്ഞേച്ചിന്റെ പേര് സുസ്മിൻ എന്നാണ്. അളിയന്റെ പേര് ജിതിൻ എന്നാണ്. കല്യാണം കഴിച്ചത് എറണാകുളത്താണ്. അവരുടെ കുഞ്ഞിന്റെ പേര് ഡൂഡു എന്നാണ്. ഡൂഡു എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഡൂഡു. പേര് എഡ്രിക്. എന്റെ പേര് പൊന്നു. നിന്റെ പേര് പൊന്നു. പിന്നെ എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടായി ആണുള്ളത്. അമ്മേന്റെ അമ്മയുണ്ട്. ലവ് മാരേജ് ആണെങ്കിൽ ലവ് സ്റ്റോറി പറയണേ. തീർച്ചയായിട്ടും ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയുന്നതായിരിക്കും. പിന്നെ മമ്മി നേഴ്സ് ആണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേഴ്സ് ഒന്നും അല്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ട്, സ്കൈ ബേബി എന്നുള്ള പേര് യൂണീക്കാണ്. ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. സ്കൈ ബേബി, കുഞ്ഞിന്റെ പേര് സ്കൈ ബേബി. സ്കൈ ബേബി അല്ല, സ്കൈ ബേബി സ്കൈ ബേബി എന്ന് വിളിക്കും. അപ്പൊ പേരെങ്ങനെ യുണീക്കായെന്ന് വെച്ചാല്, പേര് യുണീക്കായത് എങ്ങനെയെന്നല്ല, പേരെങ്ങനെ കണ്ടുപിടിച്ചു. പേരെങ്ങനെ കണ്ടുപിടിച്ചെന്ന്. പേര് ഞാന് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, മീൻസ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമല്ലോ. ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ പൊന്നിന് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, റൂമിൽ തന്നെയാണ്. ഇവിടെ ഫുള്ള് ലോക്കായ ഒരവസ്ഥയാണ്, എങ്ങോട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര ശബ്ദയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം കളപ്പായിരുന്നു കേട്ടോ. പിന്നെ എന്തായിരുന്നു അത് തന്നെ കടപ്പായിരുന്നു, മൊത്തം കടപ്പായിരുന്നു. എടാ നീ എന്താ കാണിക്കുന്നത്? എന്റെ മുടി കൊണ്ട് കുത്തി കുത്തി വെക്കുന്നൊക്കെ. ഓ അവിടെ ഒരു കാർക്കൂന്തൽ ഒന്ന് കാണിച്ചേ. അവളുടെ ഒരു കാർക്കൂന്തൽ എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു കാർക്കൂന്തൽ. ചേട്ടാ അവിടെ സ്കൈ ബേബി എന്നുള്ള പേര് കണ്ടുപിടിച്ചത് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പൊന്നു വീട് തന്നെയാണ്. പൊന്നു അപ്പം ഇങ്ങനെ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, മൊത്തം ലോക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഞാൻ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ചിരിക്കുന്ന. അപ്പോ എന്താന്ന് വെച്ചാല് പൊന്നു ഇങ്ങനെ കട്ടിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കും. വേറൊന്നും നോക്കാനില്ല, ഫോണിൽ നോക്കാൻ പറ്റില്ല, ഭയങ്കര തലവേദന. ഇവിടെ നിങ്ങൾ നോക്കി കറക്റ്റ് ആകാശം കാണുന്നത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ആകാശത്തേക്ക് നോക്കുന്നത്, നീ നോക്കിയേ
ഞങ്ങൾ രണ്ട് ആകാശത്തേക്ക് നോക്കുന്നത്. ആ അപ്പൊ ഇവിടെ ഈ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോ ആകാശത്തൂടെ കുറെ വിമാനമൊക്കെ പോകൂല അങ്ങോട്ടും ഇങ്ങോട്ടും. റോക്കറ്റ് ഒന്നും പേര്. അപ്പൊ വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല. വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എത്ര വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പൊന്നിനോട് പറയും. അതായിരുന്നു ഇവളുടെ പരിപാടി, ഇവളുടെ ജോലി. ഇവിടെ പെണ്ണപ്പ എപ്പോഴും ആകാശത്തേക്ക് നോക്കി കടന്നോണ്ടിരുന്നേ, സ്കൈ നോക്കി കടന്നോണ്ടിരുന്നേ. അപ്പൊ നമ്മൾ ഞാൻ അറിഞ്ഞില്ല ഇച്ച തന്നെ ഇട്ട പേരാണ്, ഇച്ചക്ക് ഇഷ്ടപ്പെട്ട പേരാണ്. അപ്പൊ പിന്നെ സിമ്പിളും ആണ്, പേര് സിമ്പിളും ആണ്. അതാണ് ഞാൻ സമ്മതിച്ചു, അല്ല ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് പേര് കണ്ടുപിടിച്ചേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സാംചേട്ടന് ആക്ച്വലി 2 പിള്ളേരാണ്. അയ്യോ അത് ക്വസ്റ്റ്യൻ അല്ല, 2 പിള്ളേരാണ്, 2 പിള്ളേരെ തന്തയാണ് മെയിന്ന്. അടുത്തത്, ഒരു കണ്ണികയിൽ കുറയാതെ UK ജീവിതവും വയനാടൻ ജീവിതവും തമ്മിലുള്ള അന്തരം വിവരിക്കണം. അമ്മ കണ്ണിക UK ജീവിതം പറ, UK ജീവിതം എന്തായാലും പറയേ. എങ്ങനെയുണ്ട് ഇതിന്റെ UK ജീവിതം? ഗണ്ഡിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിന് മാത്രം വളർന്നിട്ടൊന്നുമില്ല. ഗണ്ഡിക എന്നൊക്കെ പറഞ്ഞു. വയനാട്ടിലാണ് നമ്മുടെ വീട്ടുകാരുണ്ട് എപ്പോഴും. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ട്, നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ഇവിടെയാണെങ്കിൽ പഴംപൊരിക്ക് ഉമ്മ. അപ്പൊ പിന്നെ ഇവിടെ ആവുമ്പോ ഇവിടെ ഫുഡൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മുടെ നാട്ടിലെ പല പലഹാരങ്ങളും നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് കുറച്ചൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും സെറ്റായി വരുന്നുണ്ട്. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ നമ്മുടെ പറമ്പിൽ കൂടെയുള്ള നടത്തം, മുറ്റം, നമ്മുടെ ഊഞ്ഞാല്, നമുക്ക് നമ്മുടെ വീട്ടിൽ നെല്ലിമരം നൊസ്റ്റാൾജിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഓമിനി, ചെയ്തത് ഓമിനി എന്നാണ്. ഞങ്ങൾക്കൊരു ഓമിനി ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട്. ചെല്ലുമ്പോ വേണം ഒന്ന് നമ്മുടെ നെല്ലിമരം. പറമ്പിൽ വലിയ നെല്ലിമരമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങള് ആ നെല്ലിമരത്തിൽ ഒരു ഊഞ്ഞാല ഇട്ടിട്ടുണ്ട്. ആ ഊഞ്ഞാല ഇട്ട് ഞങ്ങൾ ആടുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഊഞ്ഞാല ആടി ഇവിടെ കുറെ ആട്ടുമായിരുന്നു. ഞങ്ങളെ വീട് അടുത്തടുത്തായത് കാരണം ഇച്ച മമ്മീന്റെ കൂടെ സംഘത്തിൽ വരും. കുടുംബശ്രീയില് എന്റെ അമ്മയും മമ്മി അപ്പൊ അമ്മയും മമ്മി ഒരേ കുടുംബശ്രീയിലായിരുന്നു. അപ്പൊ ഇച്ച അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണോ? ഒരേ ക്ലാസ് ഒരുമിച്ചോ? അയ്യേ ഈ ഇവര് വയസ്സുണ്ട്. ഞാനാകെ 22 വയസ്സായിട്ടുള്ളൂ. എനിക്ക് 24 വയസ്സുള്ളൂ. 24 വയസ്സൊന്ന് കളവനോ നീ എന്താ പറയുന്നേ? എടി കിളുന്ന പയ്യനെ ഞാന്. അതെ കാര്യം നോക്ക് നോക്കുന്നു. രണ്ടാളും ഒരുമിച്ച് പഠിച്ചതൊന്നല്ല. ഇച്ച എന്നെക്കാട്ടിലും 2 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. നീ പറഞ്ഞിട്ട് പറ. നീ ഇതിനുള്ളൂ ഒറ്റ അടിച്ചാണല്ലോ. അടിക്കാ നീ തന്നെ അടിക്കോടാ. അതിന് മുന്നേ ഇടിക്കുന്നില്ല. എല്ലാവരുടെയും ഇത് വിചാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ടൈമിൽ നമ്മൾ ഒറ്റയ്ക്കായതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത. അയ്യോ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് എല്ലാവരും ഉണ്ട് വീട്ടില്. നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. 6 മാസത്തിന് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെയായിരുന്നു അറിഞ്ഞത്. പിന്നെ നമുക്ക് ജോബിന് പോകാൻ പറ്റാത്തതുകൊണ്ടും വരുമാനത്തിന്റെ കാര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റാത്ത. എന്റെ മോളൂസിന്റെ നെയിം പറഞ്ഞൊരു ഹായ് പറയണേ. മോളൂസിന്റെ പേര് പറഞ്ഞിട്ടില്ല. കൂടുതൽ വീഡിയോ കാണിക്കരുത്, കുറച്ച് മിനിറ്റ്. അപ്പൊ കുഞ്ഞു ബേബിനെ അധികം വീഡിയോസിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ഇന്ന് കാണിച്ചിട്ട് കൊച്ചു. അപ്പൊ ഞങ്ങളിന്ന് കുഞ്ഞു ബേബിനെ കാണിക്കാത്തത് അതുകൊണ്ടാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതേപോലെ പരമാവധി ചെയ്യാനും അനുസരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ ഇതിനെല്ലാത്തിനും ആൻസർ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ ഒരാളായിട്ട് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിലേക്ക് പിന്നെയും ആൾക്കാർ കൂടി വരുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്.
ഞാനിങ്ങനെ സേഫ് ആക്കി വെച്ചേക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ചു വരുന്നതാണ്. ഓക്കെ പൊന്മണി. സിൽക്ക് സിട്ടാ സിക്ക